ടു വീലറായിരുന്നു. ടു വീലർ എനിക്ക് വളരെ പടം ആക്ച്വലി റിലീസായിട്ടില്ല. ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. സനലായിരുന്നു, സനലേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. പിന്നെ ജയസൂര്യയും ഞാനുമായിരുന്നു ആ പടത്തിൽ അഭിനയിച്ചത്. വളരെ നല്ലൊരു മൂവിയായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം അത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ സോങ് സീക്വൻസ് എന്നമ്മേ ഒന്ന് കാണാൻ, അത് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. കാരണം ആ സമയത്ത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു സോങ് രജനീകാന്ത് അഭിനയിച്ചൊരു പാട്ടുണ്ട്. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. അതും യേശുദാസ് സാറ് പാടിയ പാട്ടാണ്. അമ്മാവെன்றழைക്കാതെ ഉയിരില്ലയേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണത്. അപ്പോൾ അതേപോലത്തെ ഒരു പാട്ട് എനിക്ക് കിട്ടി. പിന്നെ അതും യേശുദാസ് അങ്കിൾ പാടി. അച്ഛന് വേണ്ടി യേശുദാസ് അങ്കിൾ പാടിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ടും യേശുദാസ് അങ്കിൾ പാടി. അതും ഏകദേശം എൻ്റെ ശബ്ദം പോലെ തന്നെ എനിക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്തു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര അത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സോങ്ങാണ്. ഫസ്റ്റ് ഡബ്ബിങ് എക്സ്പീരിയൻസ് വളരെ 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 ബുദ്ധിമുട്ടി ഞാൻ. കാരണം ഇപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ അതത്ര ബുദ്ധിമുട്ടില്ല. കാരണം അവിടെ ആ അറ്റ്മോസ്ഫിയർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ക്ലോസ്ട്രോഫോബിക്കാണ്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലെ റൂമിൽ നമ്മൾ മാത്രം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളത് കാണുന്നു, നമ്മൾ കാണുന്നു. അപ്പോൾ കൂടുതലും ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ അഭിനയിക്കുന്ന സംഭവമായിരിക്കും. അപ്പോൾ എനിക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ഡബ് ചെയ്തത്. സോ എനിക്ക് ഏറ്റവും സിനിമ അഭിനയത്തിൽ ഏറ്റവും പേടിയുള്ള, ഏറ്റവും വിഷമമുള്ള ഒരു പാർട്ടാണ് ഡബ്ബിങ്. ഫൈറ്റിങ് എനിക്ക് പണ്ടേ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം കുറേ അടി വാങ്ങിയും അടി കൊടുത്തിട്ട് ശീലം കുറേ ഉണ്ട്. പിന്നെ കരാട്ടെ ക്ലാസ്സിൽ കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് കോൺഫിഡൻസ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെറുതായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മേജർ ഫൈറ്റ് ഉണ്ടായിരുന്നത് ഫ്രീഡം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ശശിയേട്ടനാണ്, മാഫിയ ശശിയേട്ടനായിരുന്നു അതിൻ്റെ സ്റ്റണ്ട് ഡയറക്ടർ. അപ്പോൾ മൂപ്പര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നന്നായി വന്നു, അത് വളരെ നന്നായി വന്ന ഒരു സ്റ്റണ്ട് സീക്വൻസാണത്. കാരണം ഒറ്റ ഷോട്ടിൽ തന്നെ വലിയൊരു സീക്വൻസൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സാധാരണ അത്ര ചെയ്യാറില്ല. നല്ല രീതിയിൽ അത് വന്നു അത്. അപ്പോൾ അതിലെനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉള്ളൊരു ഫീൽഡാണ്. നമ്മളിലായിരുന്നു അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ, അപ്പോൾ അമ്മയാണ് എന്ന് അറിയാം, പക്ഷേ അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അത് പറയാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു പോകുന്നതാണ് ആ ഒരു ബേസിക് സീക്വൻസ്. അതിൽ കമൽ സാർ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ജിഷ്ണു ഇതാണ് സീൻ, അതെങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, പക്ഷേ ഇതാണ് കാര്യം, ആ ജിഷ്ണു ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ പോയി. സാറും ഭയങ്കര വിഷമത്തോടെ അങ്ങനെ അവിടെ ഇരുന്നു. ക്യാമറമാനും ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നോക്കുന്നു. അവിടുത്തെ എല്ലാവരും ഭയങ്കര ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ. സുഹാസിനി മാഡമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അഭിനയിച്ചത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കത് വല്ലാതെ എനിക്ക് സപ്പോർട്ട് ചെയ്തു. ആ ഒരു എമോഷൻ ക്രിയേറ്റ് ചെയ്യാനും അവിടെ അത് അഭിനയിക്കാനും ഞാൻ ആ ഒരു സീക്വൻസ് വല്ലാതെ എൻജോയ് ചെയ്തിട്ടാണ്. കാരണം ആ ഒരു സീക്വൻസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പായതും അവിടുന്ന് ഒരു ഭയങ്കര ചേഞ്ച് ഓവർ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അയ്യോ, പടം റിലീസ് ചെയ്ത ദിവസം ഞങ്ങൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. തിയേറ്ററിലല്ല, ഈ സ്ഥലങ്ങളിൽ എവിടെയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ശബരിമലയിലായിരുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും സിദ്ധുവും പത്മരാജ് അങ്കിളിൻ്റെ മകൻ, ഞങ്ങളെല്ലാവരും ഇവിടെയായിരുന്നു. ശബരിമലയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപിച്ചുകൊണ്ട് ഇങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടി. എൻ്റെ താഴെ ഇറങ്ങിയത് ആദ്യത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ടത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്. പക്ഷെ കണ്ടതിന് ശേഷം എല്ലാ തിയേറ്ററിലും നിരത്തി നിന്ന് പോയി കണ്ടു. ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ്, സകല ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഞങ്ങൾ പോയിട്ട് സിനിമ കണ്ടു.